വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. 50 ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്നു മുതൽ സജീവമാകും. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പ്രചാരണ വേദികളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ മറുപടി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കൂടുതൽ കരുത്തനായാണ് കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയം പറയുന്നതിൽ യാതൊരു നിയന്ത്രണവും ഈ ജാമ്യ വ്യവസ്ഥകളിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത പരാമർശങ്ങൾ കേജ്രിവാളിൽ നിന്നും ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ മുൻനിര പ്രചാരകനായി തന്നെ കേജ്രിവാൾ മാറാനുള്ള സാധ്യതയാണോ നിൽക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ കടന്നുവരോടുകൂടി ഇനിയുള്ള ഘട്ടങ്ങൾ, ഇനി 4, 5, 6, 7 ഘട്ടങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അതുവരെയാണ് കാലാവധി ഈ ഒരു ഇടക്കാല ജാമ്യാവസ്ഥയിൽ പറയുകയും ചെയ്യുന്നത്. 21 ദിവസമാണ് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യവുമായി സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 3 ഘട്ടങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നത് ഗുജറാത്തിൽ മാത്രമായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ താരപ്രചാരകനായി അരവിന്ദ് കെജ്രിവാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഈ കാലയളവിലൊക്കെ തന്നെ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും പലതവണ ഉയർന്നിരുന്നുവെങ്കിലും അതിനെ ശക്തമായി ED എതിർക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തത്. കാരണം അതിൽ പ്രധാനമായും ED ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 9 തവണയോളം അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരാകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ജാമ്യം നൽകരുത് എന്നുള്ള വാദത്തിന് അടിത്തറയിട്ടുകൊണ്ട് ED മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇടക്കാല ജാമ്യം നൽകുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ കോടതിയുടെ പക്ഷത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ മനോജ് സിംഗ്വി അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്രിമിനൽ കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൂടെ എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയായിരുന്നു. ഈ വ്യവസ്ഥകൾ, കടുത്ത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു 21 ദിവസത്തെ ഒരു ഇടക്കാല ജാമ്യാവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഈ കാലയളവിൽ സെക്രട്ടേറിയറ്റിലോ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. ഭരണ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല. നിർണായകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫയലുകളിൽ ഒപ്പിടാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഫയലുകളിൽ ഒപ്പിടണമെങ്കിൽ അതിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം. അദ്ദേഹത്തിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആ ഒരു ഫയലുകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് സാധിക്കുക. തുടങ്ങിയ വ്യവസ്ഥകൾ, കടുത്ത വ്യവസ്ഥകൾ, നിർദ്ദേശങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു 21 ദിവസത്തെ ഇടക്കാല ജാമ്യാവസ്ഥ. ഇടവേള പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെ ആയിരിക്കും കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. മിഥുൻ, ഇവിടെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഗോവ തുടങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇതിനോടകം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സ്ഥലങ്ങളും ഉണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ പഞ്ചാബ് ഉൾപ്പെടെ ഡൽഹിയും ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്ന സാഹചര്യമാണ്. ആ 2 ഇടങ്ങളിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കുക എന്നതായിരിക്കുമോ കേജ്രിവാൾ ലക്ഷ്യമിടുക? അതിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള വരും ഘട്ടങ്ങളിലെ എല്ലാ ഇടങ്ങളിലും, പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ എത്തുക, ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായി മാറുക, ഈ അവസരം ആ നിലയിൽ വലിയ ഒരു നേതാവായി ഉയർത്തെഴുന്നേൽക്കാനുള്ളതായി മാറ്റുക എന്നതാണോ കേജ്രിവാൾ ലക്ഷ്യമിടുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ അദ്ദേഹം 11 മണിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തും. അതിനുശേഷം 1 മണിക്ക് ഈ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകും. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ആം ആദ്മി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം മുംബൈയിലേക്ക് തിരിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഉദ്ധവ് താക്കറെക്കൊപ്പം പ്രചാരണ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവേദിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. നാളെ മുതൽ അദ്ദേഹം സജീവമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികളിലും ഒപ്പം തന്നെ പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനുവേണ്ടി തന്നെയാണ് 21 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള മേഖല കൂടിയാണ് ഈ ഒരു 3 സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ തന്നെ കൃത്യമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികൾക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ, ചുക്കാൻ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയും ചെയ്യും. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഡൽഹി അത് NDAക്ക് BJPക്ക് ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ക്ലീൻ സ്വീപ്പിലോടുകൂടി അവിടെ മുഴുവൻ സീറ്റും വിജയിച്ചു കയറുന്നതാണ് കണ്ടത്. പക്ഷേ ഇത്തവണ അവിടെ ഒരു മാറ്റം സൃഷ്ടിക്കാനാണ് അരവിന്ദ് കെജ്രിവാളും ആം
ആദ്മി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പം. അവിടെ കോൺഗ്രസുമായി ചില കല്ലുകടിയുണ്ട്. അവിടെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനൊക്കെ തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ ആം ആദ്മിയുടെ ശക്തി ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ മുൻകാലങ്ങളിൽ NDA നേടിയിട്ടുള്ള വിജയം അവിടെ ഉണ്ടാകില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. കൂടാതെ ഹരിയാനയിൽ സമീപകാലത്തൊക്കെ തന്നെ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ അവിടെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ ആം ആദ്മിക്കും കോൺഗ്രസിനും കൃത്യമായി അവിടെ വോട്ട് ഷെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ മുന്നേറ്റം നടത്താൻ ഇദ്ദേഹത്തിന്റെ കടന്നുവരവോടുകൂടി ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്യും. മെയ് 25-നാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉൾപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ആ കാലയളവിലെല്ലാം തന്നെ ഇനിയുള്ള 14 ദിവസം അദ്ദേഹത്തിന് കൃത്യമായി അവിടെയൊക്കെ പ്രചാരണത്തിലെത്താൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ജൂൺ 1-നാണ് അദ്ദേഹം പോകുന്നതിന്റെ ജൂൺ 2 വരെയാണ് അദ്ദേഹത്തിന് ഈ ഒരു കാലാവധി അനുവദിച്ചിരിക്കുന്നത്, ജാമ്യ വ്യവസ്ഥ അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1-നാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ അദ്ദേഹത്തിന് താരപ്രചാരകനായി രംഗത്തെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തെ ഏറ്റവും നിർണായകമായി. ഒരു നിമിഷവും പാഴാക്കാതെ പ്രചാരണ രംഗത്ത് സജീവമാകുക എന്നത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ലക്ഷ്യമിടുന്നത്. അതിന്റെ തുടക്കം ഇന്ന് ഉണ്ടാകുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം പ്രചാരണത്തിൽ സജീവമാകും. മാധ്യമങ്ങളെയും കാണും. എന്തു പറയുന്നു എന്നതും ഇന്നത്തെ ദിവസത്തെ നിർണ്ണയിക്കുന്നതായിരിക്കും. ആ രീതിയിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന്